അഡ്വക്കേറ്റ് അനിൽ വെളിയിൽ, താങ്കളോട് പ്രത്യേകം നന്ദിയുണ്ട്. കാരണം താങ്കളാണ് ഈ വിഷയം വളരെ സജീവമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇതിപ്പം നമ്മൾ മാത്രമാണ്, ഈ ദൃശ്യമാധ്യമം ജനം ടി വി മാത്രമാണ് ഇത് വളരെ സജീവമായിട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇതിലൊരു അടിസ്ഥാനമുണ്ട്. ഈ കള്ളത്തരം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പുറകെ പോകുന്നത്. ഇന്നിപ്പം ഈ വാർത്ത പുറത്തു വിട്ടതുകൊണ്ട് ആ അരുമാനൂർ പ്രദേശത്തെ പലരും എന്നെ കോൺടാക്ട് ചെയ്തു. അവരാണ് പറഞ്ഞത്, അതായത് ഇവൻ ആരുടെ വീട്ടിൽ 1.5 മാസമായി ഇവൻ അവിടെ ഉണ്ട്, അരുമാനൂരിലുണ്ട്, ആരുടെ വീട്ടിലാണ് താമസിച്ചത്, ഇവൻ അഭയം കൊടുത്തവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നൊക്കെ അവർ തുറന്ന് പറയുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ഈ വിഷയത്തിൽ? ഞാൻ മനസ്സിലാക്കുന്നത് അവർ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്, മാതാപിതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇതിൽ ഏറ്റവും പുതിയ സംഭവങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സംഭവങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ. ഒന്ന്, താങ്കൾ തന്നെ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിലെ ഒരു സിനിമാ ഷൂട്ടിങ്ങും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല, ഇത് വെറും തട്ടിപ്പാണെന്നാണ് താങ്കൾ പറഞ്ഞത്. നമ്പ്യാരെ, തെറ്റാണത്. ഒരു കല്യാണം നടന്നു, അൽ കേരളയിലെ പുലിവാൽ കല്യാണം എന്നാണ് ആ സിനിമയുടെ പേര്. സംവിധായകൻ എന്ന് പറയുന്നത് ഈ എ റഹീമും നിർമ്മാതാവ് എന്ന് പറയുന്നത് ശിവൻകുട്ടിയും അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് ഗോവിന്ദൻ മാസ്റ്ററുമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. കൃത്യമായ സിനിമയാണ്. അൽ കേരളയിലെ പുലിവാൽ കല്യാണം എന്ന സിനിമയാണ് കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്തെ അരുമാനൂർ ക്ഷേത്രത്തിലും പൂവാർ സബ് രജിസ്ട്രാർ ഓഫീസിലുമായി നടന്നത്. അതുകൊണ്ട് സിനിമ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. അടുത്തത്, ശ്രീ ജലീൽ പുല്ലൂർ പറഞ്ഞൊരു കാര്യമുണ്ട്. 18 വയസ്സ് പൂർത്തിയായ ഒരു ആണിനും പെണ്ണിനും വിവാഹവും കഴിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിലുള്ള അജ്ഞത സൂചിപ്പിക്കുന്നതാണ്. ആണിന് 21 വയസ്സും പെണ്ണിന് 18 വയസ്സും പൂർത്തിയായാൽ മാത്രമേ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അടുത്ത കാര്യം. ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുകയുണ്ടായി, ഈ പയ്യൻ, ഈ ഫർഹാൻ ഖാൻ എന്ന് പറയുന്ന പയ്യൻ ഒരു കള്ളനാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ട്. അദ്ദേഹം ആ വാക്ക് തന്നെയാണ് എടുത്തെടുത്ത് പറഞ്ഞത്, കള്ളനാണ്. ഒരു സാധാരണ ഇടതുപക്ഷത്തെ ഒരു ഘടകകക്ഷിയായ നാഷണൽ ലീഗിന്റെ ഒരു പ്രവർത്തകനായ ശ്രീ ജലീൽ പുല്ലൂരിന് പോലും ഇയാളെ കള്ളൻ എന്ന് തിരിച്ചറിയാൻ സാധിച്ചപ്പോൾ ഈ കള്ളന്മാരുടെ കല്യാണം നടത്തി കൊടുക്കാൻ ഗോവിന്ദൻ മാസ്റ്ററും ഈ ശിവൻകുട്ടിയും ഒക്കെ പോയ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീ ജലീൽ പുല്ലൂരിന് പോലും അയാളെ കള്ളൻ എന്ന് തിരിച്ചറിയാൻ സാധിച്ചപ്പോൾ ഒരു കള്ളനെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരാളാണല്ലോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് ഞാൻ പറയത്തില്ല. യഥാർത്ഥ കള്ളന്മാർക്ക് കഞ്ഞി വെക്കാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തികളാണ് ഈ കല്യാണത്തിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് കറക്റ്റ്. അതാണ് ശ്രീ ജലീൽ പുല്ലൂർ സമ്മതിച്ചു തന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ശ്രീ ജലീൽ പുല്ലൂര്. അടുത്തത്, താങ്കളുടെ അടുത്ത ചോദ്യത്തിലേക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട മധ്യപ്രദേശിലെ ശ്രീ സുനിൽകുമാർ നമ്മളോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. അദ്ദേഹം അവിടുത്തെ ഒരു ഹൈന്ദവ സംഘടനാ പ്രവർത്തകനാണ്. അദ്ദേഹവുമായിട്ട് നിരന്തരമായി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ ഇസ്രത് ജഹാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട നുസ്രത് ജഹാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിയുമായിട്ട് നമ്മൾ നിരന്തരമായി ബന്ധപ്പെടുന്നു. കുട്ടിയുമായിട്ടല്ല, കുട്ടിയുടെ മാതാപിതാക്കളുമായി നമ്മൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ ജലീൽ പുല്ലൂർ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് ജന്മം നൽകിയ പിതാവും അതിനെ ജനിപ്പിച്ച് അതിനെ പ്രസവിച്ച അതിന്റെ അമ്മയും വളരെ കൃത്യമായി പറയുന്ന ചില വസ്തുതകളുണ്ട്. ഞങ്ങളുടെ സമുദായത്തില്, ഞങ്ങളുടെ ഗോത്ര വിഭാഗത്തില് ആശുപത്രിയിലൊന്നും പോയി അല്ല പ്രസവം നടക്കുന്നത്. ഞങ്ങളുടെ വീടുകളിലാണ്, പതിറ്റാണ്ടുകളായി ഞങ്ങളുടെ രീതികൾ അനുസരിച്ചുകൊണ്ട് വീടുകളിലാണ് പ്രസവം നടക്കുന്നത്. അതെങ്ങും പോയി രജിസ്റ്റർ ചെയ്യുകയോ അങ്ങനെയുള്ള നടപടികളൊന്നും ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഈ കുട്ടി പ്രായപൂർത്തിയായിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് ജനിപ്പിച്ച അച്ഛനും ജന്മം നൽകിയ അമ്മയും പറയുന്നുണ്ട് ജലീൽ പുല്ലൂരെ. അതിൽ കൂടുതൽ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? വ്യാജരേഖകൾ വിലസുന്ന ഈ കൊച്ചു കേരളത്തിൽ ഏത് സാധനവും കൃത്രിമമായിട്ട് ഉണ്ടാക്കാം. താങ്കൾക്കറിയാമല്ലോ, 2-3 മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഈ ഭാരതത്തിലെ സർവകലാശാലകളുടെയും കിടിലനായിട്ടുള്ള ഹോളോഗ്രാം മുദ്രയുള്ള ആയിരക്കണക്കിനല്ല 10 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത്. അവിടെയാണോ പ്രയാസം? ഒരു വ്യാജ ആധാർ ഉണ്ടാക്കാനാണോ പ്രയാസം? ഒരു വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണോ പ്രയാസം? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കൃത്യമായ പ്ലാനിംഗ് ആണ്. താങ്കളോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ കുട്ടിയുടെ പേര് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷമാണ് ഈ കുട്ടിക്ക് മൊണാലിസ എന്ന് പത്രപ്രവർത്തകർ പേരിട്ട് കൊടുത്തേ. അതിനു മുമ്പ് ഈ കുട്ടിയുടെ പേര് നേരത്തെ സൂചിപ്പിച്ചു മോനി ഭോസ്ലെ എന്നായിരുന്നു. അതിനുശേഷം മാത്രമല്ലേ ആധാർ കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് ഈ പേരടിക്കാനൊക്കത്തുള്ളൂ ജലീലെ. അല്ലാതെ നേരത്തെ അടിച്ചു വെക്കാനൊക്കെ നാളെ ഞാൻ പ്രശസ്തയാവും, നാളെ എന്റെ പേര് മൊണാലിസ എന്നാകുമെന്നും പറഞ്ഞ് ആരെങ്കിലും ആധാർ കാർഡ് അടിച്ചു വെക്കോ? ഇല്ല. ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയ ആധാർ കാർഡാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. അതേപോലെ തന്നെ ശ്രീ അനിൽ നമ്പ്യാർ സൂചിപ്പിക്കുകയുണ്ടായി, കഴിഞ്ഞ
വർഷം 6-ാം മാസം അല്ലെ 7-ാം മാസം മാത്രമാണ് ഇതിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ജില്ലയില് മഹേശ്വർ എന്ന് പറയുന്ന ആ നഗരത്തില് ഈ കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ശ്രീ സുനിൽകുമാർ പറഞ്ഞതനുസരിച്ച് ഈ കുട്ടി താരമായി മാറിയതിനു ശേഷം ചില വിദേശ യാത്രകളൊക്കെ ഒത്തുവന്നതിന്റെ ഭാഗമായിട്ട് ഇയാളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി കൊടുത്താണ് ഈ ജനന സർട്ടിഫിക്കറ്റ്. ആധികാരികമായ ഒരു രേഖയും ഇല്ലാതെ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു ജനന സർട്ടിഫിക്കറ്റും ഒരു ആധാർ കാർഡുമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ശ്രീ സുനിൽകുമാറിന്റെ ഒക്കെ അന്വേഷണത്തിൽ മനസ്സിലായതോടെ ഈ കുട്ടി ഒരു 1-ാം ക്ലാസ്സിൽ അഡ്മിഷന് ചേർന്നിട്ടുണ്ട് ഒരു വിദ്യാലയത്തിൽ, ഒരു ക്രൈസ്തവ വിദ്യാലയമായിരുന്നു. ആ വിദ്യാലയം പൂട്ടിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൂട്ടിപ്പോയതാണെങ്കിലും ആ സ്കൂളിലെ അഡ്മിഷൻ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുന്നതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഇവിടം കൊണ്ട് തീരില്ല. ഈ പുലിവാൽ കല്യാണത്തിനകത്ത് പുലിവാൽ പിടിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഈ മൈനർമാരെ വിവാഹം കഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസ്, പോക്സോ കേസ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ചുമത്തിക്കൊണ്ട് മധ്യപ്രദേശ് പോലീസ് ഈ കേസിന്റെ അന്വേഷണം വളരെ കൃത്യമായിട്ട് നടത്താൻ പോവുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ഇതിന്റെ മതപരമായ പരിവേഷമേ കൊടുക്കുന്നില്ല. ശ്രീ ജലീൽ പുല്ലൂരെ, ഇതെന്തും ആയിക്കോട്ടെ, ലവ് ജിഹാദോ ട്രാപ്പ് ജിഹാദോ ഏത് ജിഹാദും ആയിക്കൊള്ളട്ടെ, നമ്മൾ അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല, വിട്ടേക്കുക. പക്ഷെ ഇതിനകത്ത് ഒരു ധാർമ്മികതയുണ്ട്, ഇതിനകത്തൊരു മനുഷ്യത്വത്തിന്റെ ഘടകം നമ്മൾ നോക്കണ്ടായോ? താങ്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മളുടെ വീട്ടിലെ ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇപ്രകാരം പോവുകയാണ് എന്ന് പറഞ്ഞ ശ്രീ ജലീൽ പുല്ലൂരിന്റെ അടുത്ത ബന്ധുവായ ഒരു 18 വയസ്സുകാരി ഒരു ഹിന്ദു സമുദായത്തിലെ ഒരു പയ്യനോടൊപ്പം ഓടിച്ചെന്നിട്ട് AKG സെന്ററിൽ ചെന്നിട്ട് ഗോവിന്ദൻ മാസ്റ്ററോട് പറയുകയാണ്, എന്നെ ജലീൽ പുല്ലൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞാൽ ഉടനെ യാതൊരു അന്വേഷണവും നടത്താതെ ഇയാളെന്താ ലോകത്തുള്ള എല്ലാവരുടെയും കല്യാണം നടത്തുന്ന ബ്രോക്കറാണോ? പോയി അങ്ങ് നടത്തി കൊടുക്കുവോ? അങ്ങനെ നടത്തി കൊടുക്കുന്ന കല്യാണത്തിന് നിയമം അനുസരിച്ച് ശരിയാണെങ്കിൽ ജലീൽ പുല്ലൂർ അംഗീകരിച്ചു കൊടുക്കുമോ? സാധ്യതയേയില്ല. അതൊക്കെ സ്വന്തം വീട്ടിലെ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്. സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലേ ഉള്ളൂ കാണാൻ പ്രയാസവും ബുദ്ധിമുട്ടും സങ്കടവും ഉണ്ടാകത്തുള്ളൂ. അത് മനസ്സിലാക്കാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ തലയിൽ ഒന്നുമില്ല. അദ്ദേഹം അപ്പം വിൽക്കുന്ന കാര്യം പറയുന്ന പോലെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഈ കല്യാണത്തിനെ കണ്ടത്. അപ്പോ അല്ലിത് ഒരു ജീവിതത്തിലെ വളരെ വലിയൊരു സന്ദർഭമാണ് വിവാഹം. 18 വയസ്സ് എന്ന് പറഞ്ഞ എട്ടും പൊട്ടും തിരിയാത്തൊരു പെൺകുട്ടിയെ ചതിയിൽ കൂടി വിശ്വാസവഞ്ചനയിൽ കൂടി രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് അമ്പലങ്ങളിൽ കൂടെ പ്രാർത്ഥനയ്ക്ക് പോയി ഇവനെ തട്ടിപ്പ് നടത്തിയാണ് അച്ഛനെ വഞ്ചിച്ചത്. കേരളത്തിൽ കൊണ്ടുപോയി കേരളത്തിലെ തേയിലത്തോട്ടങ്ങളിൽ നല്ല സീനറി ഉണ്ടാക്കിക്കൊണ്ട് സിനിമ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ മോൾ അതിപ്രശസ്തയാകുമെന്ന് പറഞ്ഞ് ആ പിതാവിനെയും മാതാവിനെയും 100% തട്ടിക്കുകയായിരുന്നു. അവനെ കള്ളനെന്നല്ല വിളിക്കേണ്ടത്, കരിങ്കള്ളനാണ്. നുസ്രത് ജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ VVIP പരിഗണനയുള്ള വ്യക്തികളെ ലവ് ജിഹാദ് ട്രാപ്പ് ജിഹാദിൽ പെടുത്തുകയാണെങ്കിൽ അതിന്റെ റേറ്റ് കുത്തനെ കൂടും. അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കിട്ടുന്ന തുക കൂടുതലാണ്. ശ്രീ മാധവിക്കുട്ടിയെ ഇതേപോലെ ട്രാപ്പ് ജിഹാദിൽ പെടുത്തിയ അബ്ദുൾ സമദ് സമദാനിക്ക് അറേബ്യൻ നാടുകളിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയ തുക എത്രയാണെന്ന് ലീലാ മേനോന് എഴുതി വെച്ച പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജലീൽ പുല്ലൂരെ, ഇതൊക്കെ പൊതുസമൂഹത്തിന് അംഗീകരിച്ചിട്ടുള്ള വസ്തുത തന്നെയാണ്. നമ്മൾ പറയുന്നത് ഇതൊരു വലിയ എന്തോ മതപരമായ സാമൂഹ്യപരമായിട്ട് വലിയ സന്ദേശം നൽകുന്ന ഒരു വിവാഹമായിട്ടാണ് നമ്മുടെ ഇടതുപക്ഷ ഹാൻഡിലുകളൊക്കെ പറയുന്നത്. ഇതേപോലൊരു വിവാഹം കുറെ നാളിന് മുമ്പ് നടന്നിരുന്നു ശ്രീ ജലീലെ. ഏതായിരുന്നു ആ വിവാഹം എന്നറിയാമോ? ഭാരതത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലന്റെ മകൾ ലൈല, അവരുടെ ഭർത്താവിന്റെ പേരെന്തായിരുന്നു? P കരുണാകരൻ MP, കാസർഗോഡ് MP ആയിരുന്നു പല ടേമിലും. അവരുടെ മകളുടെ വിവാഹം ഉണ്ടായിരുന്നു. വരൻ മുസ്ലിം പയ്യനായിരുന്നു. അന്ന് എന്താണ് കൊട്ടിഘോഷിച്ചത്? ഇതൊരു ജിഹാദുമല്ല, ഇവരൊക്കെ തന്നെ അവരുടെ മതത്തിൽ തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പൊക്കോളുമെന്നാണ് അന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാല് ആ മുസ്ലിം പയ്യൻ മുസ്ലിമായിട്ടും ഈ P കരുണാകരന്റെ മകള് ഈ ഹിന്ദു രീതിയിലും കഴിഞ്ഞുകൊള്ളു, ഒരു മതം മാറ്റവും ഉണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്? ആ കുട്ടിയും മുസ്ലിമായി മാറി. ഒരു തെറ്റും ഞങ്ങൾ പറയുന്നില്ല, അതൊക്കെ സംഭവിക്കും. ഇതേ അവസ്ഥയാണ്. ഈ കുട്ടിയെ, ഈ 18 വയസ്സുകാരിയെ, ഈ ജീവിതത്തിലെ എട്ടും പൊട്ടും തിരിയാത്ത ഈ കുട്ടിയെ വഴിയാധാരമാക്കി കഴിഞ്ഞാൽ നാളെ ആര് സമാധാനം പറയും? ഈ കുട്ടി AKI സെന്ററിലോട്ട് കയറി എന്നെ ചതിച്ചത് ഈ സെന്റർ ആണെന്ന് പറഞ്ഞ് അവിടത്തേക്ക് താമസിക്കാൻ ഭാവിച്ചാൽ ഇവിടുത്തെ സഖാക്കന്മാർ സമ്മതിച്ചു കൊടുക്കുമോ? കൊടുക്കില്ല. ഇതൊക്കെ കയ്യടി നേടാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തുകൊണ്ടൊരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ PR വർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ PR വർക്ക് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ CPM നേതൃത്വം ഈ നിഴലിൽ അല്ലെ തണലിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതാണ്. അതാണല്ലോ മോഹൻലാലിന്റെ തണലിൽ പിണറായി വിജയന്റെ ഇന്റർവ്യൂ. ക്രിക്കറ്റിൽ വിജയം നേടിയ സഞ്ജു സാംസൺ വന്നപ്പോൾ എയർപോർട്ടിൽ പോയി സ്വീകരിക്കാൻ പോയി, അതും സഞ്ജു സാംസന്റെ തണലില്. ഇപ്പോൾ 3ാമത്തെ മൊണാലിസയുടെ തണലില്.
അന്നേരം ഈ തണലില് ഈ ചൂടലിൽ വളരാൻ ഗതികെട്ട ഒരു പ്രസ്ഥാനമായി ഈ കേരളത്തിലെ CPM മാറി. കാരണം അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. എന്ത് പറയാനാ? ഭരണ നേട്ടം പറയാനൊക്കോ? ആഭ്യന്തര കാര്യം പറയാനൊക്കോ? നാട് റോഡിലിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ, അവൻ ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നാട് റോഡിലിട്ട് നിഷ്കരണമായിട്ട് കാറ് കൊണ്ടിട്ട് 4-5 ചെറുപ്പക്കാർ കയറി വെട്ടിമുറിച്ച് കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അവന് വാളെടുത്തവൻ വാളാൽ എന്ത് സംഭവിച്ചോട്ടെ, പക്ഷെ എത്രമാത്രം അരാജകത്വമാണ്. ഒരു ഭരണ നേട്ടവുമില്ല. അവർ ഒരു പേജുള്ള പരസ്യമൊന്നും ഇനി വോട്ട് പിടിക്കാൻ കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ഞങ്ങളിലേക്ക് വരൂ, ഞങ്ങൾ ഏത് കല്യാണവും നടത്തിത്തരാം. അതാണ് കേരളത്തിലെ ഭരണ നേട്ടം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ CPM മാറി. നയങ്ങളില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത ശബരിമല ഇഷ്യൂവിൽ ഇന്ന് കൊടുത്ത അഫിഡവിറ്റ് പോലും വ്യക്തിത്വമില്ലായ്മയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി കേരളത്തിലെ CPM മാറി. CPIM-ന്റെ മൊണാലിസ എന്നാക്കണം. ആ പാർട്ടിയുടെ ചിഹ്നം ഓന്താക്കണം. അരിവാൾ ചുറ്റിയ നക്ഷത്രം മാറ്റിയിട്ട് ഓന്ത് ചിഹ്നത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മൊണാലിസ എന്ന് പേര് മാറ്റത്തക്ക ഗതികേടിലേക്ക് ഈ CPM-നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണഭൂതന് ഈ MV ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. യാതൊരു ബുദ്ധിയുമില്ലാത്ത, യാതൊരു വിവരവുമില്ലാത്ത, ഒരു കുടുംബത്തിന്റെ ബന്ധങ്ങളെ പറ്റി അറിയാത്ത, ഒരു പിതാവിന്റെ പ്രശ്നങ്ങളെ പറ്റി അറിയാത്ത, ഒരു മാതാവിന്റെ ദുഃഖം അറിയാത്ത ഒരു വ്യക്തിയായി അദ്ദേഹം അധപ്പതിച്ചല്ലോ. അതാണ് ഇനി ഇറങ്ങാൻ പോകുന്ന അൽ കേരള സ്റ്റോറി 3 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ അത് ഈ സിനിമയായിരിക്കുന്നത് കേരള സ്റ്റോറി അല്ല, അൽ കേരള സ്റ്റോറി ആയിരിക്കും. യെസ് യെസ് യെസ്